പെരുമ്പാവൂർ കണ്ടന്തറയിൽ ഹെറോയിനുമായി അസം സ്വദേശി പിടിയിലായിട്ടുണ്ട്. ഐനുൽ ഹക്കിനെയാണ് കുന്നത്തുനാട് സർക്കിൾ എക്സൈസ് സംഘം പിടികൂടിയത്. ഉമേഷ്, ഇയാളിൽ നിന്ന് 13 ഗ്രാം ഹെറോയിൻ പിടികൂടി എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഒരു പ്രതിയെ മാത്രമേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് സംഘം സംശയിക്കുന്നുള്ളൂ? കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന വിലയിരുത്തലുണ്ട്? കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന വിലയിരുത്തൽ എക്സൈസിലുണ്ട്. ഇത് കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ നടത്തിയ പരിശോധനയിലാണ് ഈ അസം സ്വദേശിയെ പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ നിന്ന് 13.957 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിന് ഏതാണ്ട് വിപണിയിൽ 5 ലക്ഷത്തിലധികം രൂപ വില വരുമെന്നാണ് പറയുന്നത്. കരിഞ്ചന്തയിൽ 10 ലക്ഷം രൂപയ്ക്ക് വരെ വിൽക്കുന്ന ഹെറോയിനാണ് ഇയാളുടെ കൈവശം ഇയാൾ സൂക്ഷിച്ചിരുന്നത് എന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ലഹരി വസ്തുക്കളൊക്കെ തൂക്കി നൽകുന്നതിന് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും ഇവിടെ നിന്ന് ഈ എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇതര സംസ്ഥാനത്ത് നിന്നാണ് ഈ ഹെറോയിൻ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിക്കുന്നത് ഇവിടെ അതിഥി തൊഴിലാളികൾ ധാരാളമായി പാർക്കുന്ന മേഖലയാണ് ഈ പെരുമ്പാവൂർ മേഖല എന്ന് പറയുന്നത്. അവിടെയുള്ള അതിഥി തൊഴിലാളികൾക്ക് അവർക്ക് വിൽപ്പന ലക്ഷ്യമിട്ടാണ് ഈ ഹെറോയിൻ ഇയാൾ സൂക്ഷിച്ചത് എന്ന മൊഴി എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ പരിശോധനകൾ ഇടയ്ക്കിടെ എക്സൈസ് സംഘം നടത്താറുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ അസം സ്വദേശിയായ അസം നാഗോൺ സ്വദേശി ഐനുൽ ഹക്ക് എന്നയാളിൽ നിന്ന് ഇത്തരത്തിൽ ഹെറോയിൻ പിടികൂടിയിരിക്കുന്നത്. ഇത് ഈ ഒരു സംഘമായി ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതര സംസ്ഥാനത്ത് നിന്ന് അവിടെ നിന്ന് കൂടുതൽ പേർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയും പല സംഘങ്ങളായി പിരിഞ്ഞ് പലർക്ക് വിതരണം ചെയ്യുന്നു. ആ തരത്തിലൊരു കണ്ണികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എക്സൈസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്താനുള്ള നീക്കം തന്നെയാണ് എക്സൈസ് നടത്തുന്നത്. ഒപ്പം ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ തുടരും എന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. കാവ്യ.